റെക്കമെൻഡഡ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ പെർ ബോഡി മാസ് എന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു 1.2 ഒക്കെ മാക്സിമം ആണ്. 1.2 ഗ്രാം പെർ ബോഡി വെയിറ്റ് വരെ കഴിക്കാം. പൊതുവെയുള്ള തെറ്റായ ധാരണ ക്രിയാറ്റിൻ കൂടിയാൽ കിഡ്നി കംപ്ലൈൻ്റ് ആയി എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ പൊതുവായ ധാരണ. പക്ഷേ നമ്മളൊരു കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിൽ, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിൽ നമ്മൾ 3 പാരാമീറ്റർ മെയിനായിട്ട് നോക്കും. അതിലൊന്ന് യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ. യൂറിൻ കളറ് ഒരുപാട് യെല്ലോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പൊതുവെ കിഡ്നി ഫംഗ്ഷനിങ്ങിനെ വേഴ്സൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ലൈറ്റ് കളർ യൂറിൻ ആണോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പ്രഷർ ഷൂട്ട് ചെയ്യാതെ നോക്കുക. ഒരുപാട് മധുരാഹാരങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെ മറ്റുള്ള ജങ്ക് സാധനങ്ങളൊക്കെ കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമസ്കാരം, ഹെൽത്ത് കെയർ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. കിഡ്നി ആരോഗ്യവും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. പലപ്പോഴും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ വൈകിയാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ ഹെൽത്ത് കെയറിനെ കുറിച്ച് വളരെ മുൻകൂട്ടി അറിയേണ്ടത് വളരെ പ്രധാനമാണ്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോടൊപ്പം സംസാരിക്കാനായി നമ്മുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ നയീം അരീക്കൽ. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, ഇന്നത്തെ കാലത്ത് പലരും കിഡ്നിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപെയാണ്. സോ അതിന് മുന്നേ നമുക്ക് ജീവിതശൈലിയിൽ കിഡ്നിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സിംറ്റംസ് കുറച്ച് നേരത്തെ അറിയാനായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അപ്പോൾ പൊതുവെ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം, കിഡ്നി രോഗം അത് ഒരു 50% ഒക്കെ പ്രോബ്ലം ആയതിന് ശേഷം മാത്രമാണ് ഒരു പേഷ്യൻ്റ് കിഡ്നി കാണിക്കാൻ വേണ്ടി വരിക. അപ്പോൾ നമുക്ക് അതിൽ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, കുറച്ചും കൂടി മുന്നേ ശ്രദ്ധിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ ശരീരം ഓരോ സിംറ്റംസ് കാണിക്കുന്നുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന പോലെ കാലിന് നീര് വരിക, കണ്ണിന് ചുറ്റും നീര് വരിക, പിന്നെ നമുക്ക് ക്ഷീണം, ശ്വാസം തടസ്സം പോലെ വരിക, ഇങ്ങനത്തെ പല കാരണങ്ങളും ഒരു പക്ഷേ കിഡ്നി രോഗത്തിന് മുന്നോടിയായിട്ട് വരാറുണ്ട്. ചിലർക്ക് പ്രഷർ വരെ വരാറുണ്ട്. പക്ഷെ അതാരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇതിലെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണുമ്പോഴാണ് ഈ വിഷയങ്ങൾ വരുന്നത്. നേരെ മറിച്ച് നമ്മളതിനെ ഒരു എന്താ പറയുക, കിഡ്നി രോഗത്തിന് മുൻകരുതലായിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിവുണ്ടെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ യൂറിനിലാണെങ്കിൽ യൂറിൻ്റെ കളറ് ഒരുപാട് യെല്ലോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പൊതുവെ കിഡ്നി ഫംഗ്ഷനിങ്ങിനെ വേഴ്സൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ലൈറ്റ് കളർ യൂറിൻ ആണോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പ്രഷർ ഷൂട്ട് ചെയ്യാതെ നോക്കുക. ഒരുപാട് മധുരാഹാരങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെ മറ്റുള്ള ജങ്ക് സാധനങ്ങളൊക്കെ കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലക്ഷണങ്ങളായിട്ട് കാണൽ ഒരു പക്ഷേ കുറച്ച് മുന്നോട്ട് പോയിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സൈലൻറ്റ് പ്രശ്നമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഡോക്ടർ, നമ്മൾ നല്ല കാര്യങ്ങൾ എന്ന് വിശ്വസിച്ച് ചെയ്യുന്നത് പലതും, നമ്മൾ ഹെൽത്തി എന്നൊരു രൂപത്തിൽ ചെയ്യുന്നത് പലതും തെറ്റായ ശീലങ്ങളായി വരുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒത്തിരി കഴിക്കുക. പിന്നെ അത് കഴിച്ചിട്ട് ഗ്രീൻ ലീഫി ആയിട്ടുള്ള കഴിച്ചിട്ട് തന്നെ പിന്നെ അതിൽ ഒത്തിരി കിഡ്നി പ്രശ്നമായ പേഷ്യൻസിന് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ തെറ്റായ ചില ശീലങ്ങളെ കുറിച്ച് ഡോക്ടർ എന്താണ് പറയാനുള്ളത്? ഈ ഒരു കേസിൽ ഇപ്പം ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന സംഗതിയിൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മളെ പൊതുവെയുള്ള തെറ്റായ ധാരണ ക്രിയാറ്റിൻ കൂടിയാൽ കിഡ്നി കംപ്ലൈൻ്റ് ആയി എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ പൊതുവായ ധാരണ. പക്ഷേ നമ്മളൊരു കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിൽ, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിൽ നമ്മൾ 3 പാരാമീറ്റർ മെയിനായിട്ട് നോക്കും. അതിലൊന്ന് യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ ഉണ്ടെങ്കിലും കൂടിയിട്ട് യൂറിയയും യൂറിക് ആസിഡും ഒരു മേജർ റോൾ ഇതിൽ വഹിക്കുന്നുണ്ട്. ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ, ഇതിൽ പ്യൂരിൻസിൻ്റെ അളവ് കൂടുതലാകുമ്പം സ്വാഭാവികമായിട്ടും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടും. യൂറിക് ആസിഡിൻ്റെ അളവ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ആ യൂറിക് ആസിഡ് പോയിട്ട് ജോയിൻസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ജോയിൻസിൽ ഉപരി ഇത് കിഡ്നി തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും. ലൈക്ക് കാൽഷ്യം യൂറേറ്റ് ക്രിസ്റ്റൽസ് ഒക്കെ ഫോം ചെയ്തിട്ട് കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കിഡ്നി സ്റ്റോൺ വരുന്നത് മൂലവും കിഡ്നി ഡാമേജ് ആവാം. കിഡ്നിൻ്റെ ഫംഗ്ഷൻ അത് ബാധിക്കാം. അപ്പോൾ അതുമൂലം ഭാവിയിൽ വേറെ കിഡ്നി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കാം. അപ്പം അതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കുമ്പോഴുള്ള പ്രശ്നം. അല്ലാതെ പൊതുവേ നമ്മൾ ക്രിയാറ്റിൻ കൂടി കംപ്ലൈൻ്റ് ആവുക എന്നുള്ള സിസ്റ്റത്തിലൂടെ അല്ല ഇത് പോകുന്നത്. അപ്പോൾ ഡോക്ടർ, ക്രിയാറ്റിൻ മാത്രം കൂടിക്കഴിഞ്ഞാൽ കിഡ്നി തകരാറാവുന്നതല്ല പറയുന്നത്, ബാക്കി 2 പാരാമീറ്റേഴ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ് ഡോക്ടർ പറയുന്നത്. കിഡ്നിനെ സംബന്ധിച്ചിടത്തോളം ക്രിയാറ്റിൻ മാത്രമല്ല കിഡ്നീൻ്റെ വക്താവ്. കിഡ്നിക്ക് ഒരുപാട് പാരാമീറ്റേഴ്സ് വീണ്ടും നമുക്ക് നോക്കാറുണ്ട്. അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ബേസിക് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കുന്ന യൂറിയ, യൂറിക് ആസിഡ്, അല്ലാതെ EGFR, മൈക്രോ ആൽബുമിൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ നോക്കാനുണ്ട്. അപ്പോൾ ചില പേഷ്യൻസിന് ചിലപ്പോൾ ക്രിയാറ്റിൻ നോർമലായിരിക്കാം,
പക്ഷേ ആ പേഷ്യൻറ്റിനെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ മൈക്രോ ആൽബുമിൻ്റെ അളവ് കൂടുതലായിരിക്കും. ആ പേഷ്യൻറ്റ് പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാവും. പ്രോട്ടീൻ ലീക്കേജ് സംഭവിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കിഡ്നീൻ്റെ ബേസിക് യൂണിറ്റ് ആയിട്ട് നെഫ്രോൺസിന് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് അതിലൂടെ പ്രോട്ടീൻ ലീക്കായി പോകുന്നത്. അപ്പോൾ അതൊന്നും ഒരു എന്താ പറയുക ടിപ്പിക്കൽ അല്ലെങ്കിൽ നോർമൽ ടെസ്റ്റിലൊന്നും ഇതൊന്നും കവർ ചെയ്ത് പോകാറില്ല. നമ്മളിപ്പോൾ ഒരു നോർമലായിട്ട് ഒരു പേഷ്യൻറ്റ് ലാബിൽ വരികയാണെങ്കിൽ കിഡ്നി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യും. പക്ഷേ അവിടെ നമ്മൾ നോക്കാതെ പോകുന്ന 2 മെയിൻ പാരാമീറ്റർ യൂറിക് ആസിഡ്, യൂറിക് ആസിഡ് ഒരു പരിധി വരെയൊക്കെ ഇപ്പം ആൾക്കാർ നോക്കുന്നുണ്ട്. യൂറിയ തീരെ മൈൻഡ് ചെയ്യാറില്ല. ഈ ഹൈ പ്രോട്ടീൻ മെറ്റബോളിസം നടക്കുന്ന സമയത്ത് യൂറിയ വരാറുണ്ട്. യൂറിയൻ്റെ അളവ് ശരീരത്തിൽ കൂടും. അതും ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്. ഈ EGFR എന്ന് പറഞ്ഞാൽ ഈ കിഡ്നിയുടെ ബേസിക് ഫിൽട്രേഷൻ റേറ്റ് എന്നാണ് പറയുക. ആ ഫിൽട്രേഷൻ റേറ്റിൻ്റെ അളവും കുറയും. വെള്ളം കുറയുമ്പോൾ പൊതുവേ ഫിൽട്ടർ ചെയ്യാനുള്ള വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വേസ്റ്റ് ടോക്സിക് മെറ്റീരിയൽസ് ഒക്കെ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സ് കിഡ്നിനെ ബാധിക്കുന്നുണ്ട്. ക്രിയാറ്റിൻ മാത്രമല്ല ഒരു കിഡ്നി ഡാമേജ് ആണോ എന്നുള്ള സിനാരിയോയിലുള്ളത്. ഡോക്ടർ, പിന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ യൂത്തിൽ കണ്ടുവരുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഫോളോ ചെയ്യുന്ന ഡെയിലി റുട്ടീൻസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് രാവിലെ എണീറ്റ ഉടനെ ഒരു 1/2 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം എണീറ്റ ഉടനെ കുടിക്കുന്നതാണ്. അപ്പോൾ ഡോക്ടറിന് എന്താണ് ഈ ഹ്യൂജ് വാട്ടർ ഇൻടേക്ക് രാവിലെ എണീറ്റ ഉടനെ കുടിക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളത്? അത് നമ്മുടെ കിഡ്നിയെ ഡാമേജ് ചെയ്യുമോ ഇല്ലയോ, അത് ഗുണമാണോ ചെയ്യുന്നത്? ഒരു ദിവസം ഒരാൾക്ക് റെക്കമെൻഡഡ് ഒന്നും ചെയ്യാൻ സെഡൻഡറി ആയിട്ടുള്ള ഒരാൾക്ക് റെക്കമെൻഡഡ് വോളിയം എന്ന് പറഞ്ഞാൽ 2 to 3 ലിറ്റേഴ്സ്. ഒരാൾ ഇപ്പം നല്ല വർക്ക് ചെയ്യുന്ന ആളാണ്, പുറത്ത് വെയിലത്ത് വർക്ക് ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ 1 to 2 ലിറ്റേഴ്സ് നമുക്കത് അധികം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു 1/2 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ അറ്റ് എ ടൈം മോർണിംഗിൽ ലോഡ് ചെയ്യുമ്പം അറൗണ്ട് 30% ലോഡിങ് ആണ്. സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക വെച്ചാൽ അത്രയും വെള്ളം റെസ്റ്റിംഗ് ഫേസിൽ നിന്നിരുന്ന കിഡ്നി ലൈവായി വന്നതിന് ശേഷം പെട്ടെന്ന് ചെയ്യേണ്ട പണി ഈ വെള്ളം ലോഡ് ചെയ്ത് കളയാന്നുള്ളതായിരിക്കും. സ്വാഭാവികമായിട്ട് അത് കിഡ്നിനെ ചെറിയ രീതിയിൽ ബാധിക്കും. എപ്പോഴും സേഫും എപ്പോഴും നല്ലതും കുറച്ചളവിൽ, അതായത് മുറുക്കായിട്ട് വെള്ളം കുടിക്കണമാണ് എപ്പോഴും നല്ലത്. കുറഞ്ഞ അളവിൽ വെള്ളം കുടിക്കുക, സ്ലോ ആയിട്ട് ലോഡ് ചെയ്തിട്ട് യൂറിനേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഫ്ലഷിങ്ങും ക്ലിയർ ആയിട്ട് നടക്കും, ഫിൽറ്ററിങ്ങും ബെറ്റർ ആയിരിക്കും. ഒറ്റ സമയം കൊണ്ട് ഒരുപാട് വെള്ളം ലോഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ് നല്ലത്. അതേപോലെ തന്നെ ചിലർ രാവിലെ ഒരുപാട് ലെമൺ യൂസ് ചെയ്യുന്നവരും സാൾട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ചിലർക്ക് പറ്റുമായിരിക്കും, പക്ഷേ ചില കിഡ്നീസിന് അത് ഡാമേജ് ആക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏറ്റവും സേഫ് വളരെ ലോ വോളിയം, ഒരു 250 ml വരെയൊക്കെ മാക്സിമം ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കുടിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോകുന്നതാണ് ബെറ്റർ. മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത്, നമ്മൾ രാത്രി ഇപ്പോൾ ഒരു 10 o'clock ഉറങ്ങുന്ന ആൾ മോർണിംഗ് 6 o'clock എണീക്കുക, ഓട്ടോമാറ്റിക്കലി അവരുടെ ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് വാട്ടർ എന്തായിട്ടുണ്ടാവും, യൂറിനായി മാറി ബ്ലാഡറിൽ സ്റ്റോർ ആയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ വോളിയം വൈസ് നോക്കുകയാണെങ്കിൽ ചിലപ്പം ബ്ലഡിൽ വോളിയത്തിനൊക്കെ ലേശം കുറവ് കാണാം. അപ്പം ഏർലി മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞത് സർക്കുലേഷൻ ബെറ്റർ ആക്കാനും റിഫ്രഷ് ആവാനും നല്ലതാണ്. എന്ന് വെച്ചിട്ട് ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം കുടിച്ചാൽ സോഡിയം വരെ കുറയാറുണ്ട്. നമ്മൾ നാട്രി യൂറിസിസ് എന്ന് പറഞ്ഞ സംഗതിയൊക്കെ ഉണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് പോകണ്ട. നമുക്ക് ഒരുപാട് വെള്ളം മോർണിംഗിൽ ലോഡ് ചെയ്യാതൊക്കെയാണ് ഇപ്പം സേഫ്. ഡോക്ടർ, പിന്നെ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് ആയാലും BP ഉള്ള പേഷ്യൻസ് ആയാലും അല്ലെങ്കിൽ ഒത്തിരി മെഡിക്കേഷൻസ് എടുക്കുന്ന പേഷ്യൻസ് ആയാലും എത്ര ഇൻ്റർവെൽസ് കൂടുമ്പോഴാണ് നമ്മളൊരു കിഡ്നി ടെസ്റ്റ് ചെയ്യേണ്ടത്? നോർമലി ഒരു അസുഖമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇയർലി ഒരു വട്ടെങ്കിലും എല്ലാ പാരാമീറ്ററും ചെക്ക് ചെയ്ത് പോകണമെന്നാണ് കണക്ക്. എബോവ് 30 years old. ഇൻ കേസ് അയാൾ ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 6 months ഗ്യാപ്പിൽ വേണം ചെക്ക് ചെയ്യാൻ. ഇനി ഇതിന് പുറമെ അയാളൊരു ക്രോണിക് പേഷ്യൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ ഒരുപാടുള്ള ആൾക്കാരോ ലൈഫ് സ്റ്റൈൽ ഡിസീസോ കിഡ്നീൻ്റെ വിഷയങ്ങളുള്ളവരാണെങ്കിൽ അത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നതനുസരിച്ച് മന്ത്ലി അല്ലെങ്കിൽ 1 in 2 months അല്ലെങ്കിൽ 1 in 3 months ഒക്കെ ചെയ്യേണ്ടി വരും. ബേസിക്കലി പറയുകയാണെങ്കിൽ മിനിമം 6 months ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. 6 months നമ്മൾ ബേസിക് പാരാമീറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മളതിനെ വിലയിരുത്തുന്നതാണ് എപ്പോഴും നല്ലത്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ യൂത്തിൽ ഏറ്റവും കൂടുതൽ കിഡ്നി സ്റ്റോണിൻ്റെ ഇൻസിഡൻസ് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഡോക്ടർ? അത് എങ്ങനെയാണ് കാണുന്നത്? യങ് ജനറേഷൻസിന് പൊതുവെ കണ്ടുവരുന്നതാണ് വെള്ളം കുടിക്കാൻ വളരെ മടിയാണെന്ന് പറഞ്ഞാൽ പൊതുവെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സിനോടും അങ്ങനത്തെ മറ്റുള്ള സാധനങ്ങളോട്. അപ്പം പ്യുവർ വാട്ടർ ആയിട്ടുള്ള ഫോം അവൈലബിൾ ആണ്, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എഫക്റ്റീവായിട്ടുള്ള 2 to 3 liters ഓഫ് പ്യുവർ വാട്ടർ അവരുടെ ബോഡിയിൽ എത്തുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഫിൽട്രേഷനും കാര്യങ്ങളും സ്ലോ ആവും.
പിന്നെ എക്സസീവ് കൺസംഷൻ ഓഫ് ഫാസ്റ്റ് ഫുഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, കൂൾ ഡ്രിങ്ക്സ്, പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുമ്പം അതിൻ്റേതായ യൂറിക് ആസിഡ് പോലത്തെ സാധനങ്ങൾ അടിഞ്ഞു കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ക്രമേണ കിഡ്നി ഡാമേജ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഡോക്ടർ, പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ് സ്കിൻ കെയർ റൂട്ടീൻസ്, അതേപോലെ കുറേ ഫെയർനെസ് ക്രീംസ്, വൈറ്റനിങ് ക്രീം ഒക്കെ യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടുവരുന്നത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള റെറ്റിനോൾ, സ്കോജിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഉള്ള സിറം, ടോണർ, ഫേസ് വാഷ് ഒക്കെയാണ് ഇപ്പം എല്ലാവരും യൂസ് ചെയ്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഇവയുടെ യൂസ് ഇത് നമ്മുടെ കിഡ്നിയെ ഡാമേജ് ചെയ്യുന്നുണ്ടോ? കോസ്മെറ്റിക്സ്, ഇപ്പം ഫേസ് വാഷ് ആയാലും കോസ്മെറ്റിക് സാധനങ്ങൾ ഏതായാലും, ലിപ്സ്റ്റിക്ക്, ക്രീം, ടോണർ, ഫൗണ്ടേഷൻ, ഏത് വസ്തുവായാലും ശരി, ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ. ബ്രാൻഡഡ് സാധനങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ പ്രോബ്ലങ്ങൾ ഒഴിവാക്കാം. പക്ഷേ എന്നിരുന്നാലും ഇതിൽ ആക്റ്റീവായിട്ട് അടങ്ങിയിരിക്കുന്ന കോജിക് ആസിഡ് ഇങ്ങനത്തെ സാധനങ്ങൾ പുറമെ ഇതിൽ ഹെവി മെറ്റൽസ് ഉണ്ട്. ഈ ഹെവി മെറ്റൽസ് ഉണ്ടാകുമ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ, നമ്മളെ സ്കിൻസിൻ്റെ പോർസിലൂടെ ചെറിയ സ്പോർസ് ഉണ്ട്. ആ പോർസിലൂടെ ഇത് ഇറങ്ങിയിട്ട് ബ്ലഡിലേക്ക് ഇറങ്ങും. ബ്ലഡിലേക്ക് ഇറങ്ങിയ സാധനം പിന്നെ സർക്കുലേറ്റ് ചെയ്ത് കിഡ്നിയിലേക്കും ലിവറിലേക്കും ഒക്കെ ചെല്ലും. അപ്പം റെക്കമെൻഡഡ് അളവുണ്ട്. ആ റെക്കമെൻഡഡ് അളവിൽ കൂടുതൽ ഈ സാധനങ്ങൾ ചെല്ലുകയാണെങ്കിൽ കിഡ്നിക്ക് അത് ഫിൽട്ടർ ചെയ്യാൻ പ്രയാസമാണ്, ലിവറിനും അതിനെ ഡീടോക്സിഫൈ ചെയ്യാൻ പ്രയാസമാണ്. സ്വാഭാവികമായിട്ടും രണ്ടവയവങ്ങളും കംപ്ലൈൻ്റ് ആവും. ഇതിൽ മെയിനായിട്ട് കാണപ്പെടുന്ന ഹെവി മെറ്റൽസിൽ ഒന്ന് ലെഡ്, ഇയം, പിന്നെ മെർക്കുറി, കാഡ്മിയം, അർസനിക്, ഇതൊക്കെ പോയിസണിങ് സബ്സ്റ്റൻസാണ്. ഒരു റെക്കമെൻഡഡ് ഡോസേജിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് പോയിസണിങ് ആണ്. പോയിസണിങ്ങും അതുപോലെ തന്നെ CA കാർസിനോജനിക് ആണ്. CA ഉണ്ടാകാനുള്ള ചാൻസസ് വരെ ഉണ്ട്. അപ്പം ഇത് ഒരു തരത്തിൽ കൺസ്യൂം ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളിത് സ്കിന്നിലേക്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾ ടോപ്പിക്കലായിട്ട് ഒരു ക്രീം നമ്മൾ ഒരു പേഷ്യൻറ്റിന് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ അതേ സിസ്റ്റം അല്ലെങ്കിൽ ആ റൂട്ട് ഓഫ് മോഡസ് പോലെയാണ് ഇതിൻ്റെ കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ ടോപ്പിക്കലായിട്ടൊരു സ്റ്റെറോയിഡ് ക്രീം നമ്മളൊരു ഇൻഫ്ലമേഷന് കൊടുക്കുകയാണെങ്കിൽ അതും ആ പൊറിലൂടെ ഇറങ്ങിപ്പോയിട്ടാണ് അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് കോസ്മെറ്റിക്കും. പിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഓരോന്നിനും ഓരോ പർപ്പസ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഒരു പരിധി കൂടുതൽ ചെയ്യുന്നത് എപ്പോഴും അപകടകരമാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പം ഇത് ഒത്തിരി യൂസ് ചെയ്യണോ, ഇത് ഒത്തിരി ഹെൽത്തിനെ അഫക്റ്റ് ഇല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ കിഡ്നിനെ ഡാമേജ് ചെയ്യുന്നത്? ബേസിക്കലി നമ്മൾ വിചാരിക്കും മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സാധനം മുഖത്തിൽ നിൽക്കുന്നുള്ളൂ, അത് വേറെ എവിടേക്കും പോകുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ ഒരു ഫങ്ഷൻ. നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് മുഖത്തുള്ള ചെറിയ മൈക്രോ പോർസ് ഉണ്ട്, ദ്വാരങ്ങളിലൂടെ അത് തൊലിൻ്റെ അടിയിലേക്കുള്ള ഡെർമിസ്, എപ്പിഡെർമിസ് ലെയറിലേക്ക് ഇറങ്ങി അവിടെയുള്ള ബ്ലഡ് സപ്ലൈസ് ഉണ്ട്. ആ ബ്ലഡ് സപ്ലൈൻ്റെ വെയിൻസിലൂടെ അത് വലിച്ചെടുക്കും, കാപ്പിലറീസിലൂടെ അത് വലിച്ചെടുത്തിട്ട് അത് നേരെ നമ്മളെ മെയിൻ സർക്കുലേഷനിലോട്ട് കയറും. മെയിൻ സർക്കുലേഷനിൽ വൺസ് കയറിയ സാധനം നേരെ ലിവർ, കിഡ്നി, ഇങ്ങനെ ലിവറിൽ ഇത് ഡീടോക്സിഫിക്കേഷനും കിഡ്നിയിൽ ഇതിൻ്റെ ഫിൽട്രേഷനും നടക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പരിധിയിൽ കൂടുതൽ അളവിൽ അതിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമിലുള്ള ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ, എല്ലാ സാധനങ്ങളും കെമിക്കലാണ്. കെമിക്കൽ ഐറ്റംസ് ചെന്ന് കഴിഞ്ഞാൽ അതിനെ ഫിൽട്ടർ ചെയ്ത് ക്ലിയർ ആക്കാൻ കിഡ്നിക്ക് കഴിഞ്ഞോളണമെന്നില്ല. ഒരു പരിധിയിൽ കൂടുതൽ ചെല്ലുമ്പോൾ കിഡ്നീൻ്റെ മൈക്രോ യൂണിറ്റ്സ് എല്ലാം കംപ്ലൈൻ്റ് ആയി ക്രമേണ കംപ്ലൈൻ്റ് ആയി വരും. അല്ലാതെ നേരിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഡയറക്റ്റ് കിഡ്നിയിലോട്ട് പോവുകയല്ല ചെയ്യുന്നത്. ക്രമേണ കാലം കൊണ്ടാണ് സംഭവിക്കുക. ഇന്നൊരു ദിവസം ഉപയോഗിച്ചുകൊണ്ട് നാളെ കിഡ്നി കേടുവരും എന്നല്ല അതിൽ പറഞ്ഞു വരുന്നത്. ഗ്രാജുവലായിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു പൊട്ടൻഷ്യൽ സൈഡ് എഫക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ഡയറ്റ്സ് എടുക്കുന്നതും, ലൈക്ക് ഇൻ്റർമീഡിയറ്റ് ഡയറ്റ് ആയിക്കോട്ടെ, ജനറൽ മോട്ടോ ഡയറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ്, ഇത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് മാത്രം ഇങ്ങനെ ഫോളോ ചെയ്യുമ്പം നമ്മുടെ കിഡ്നീനെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇത് ഡയറ്റ്സ് പൊതുവെ ഒരു ഡയറ്റ് എന്നുള്ളത് പേഴ്സൺ ഡിപ്പെൻഡൻ്റ് ആണ്. ഒരാൾക്ക് ഒരു ഡയറ്റീഷ്യൻ കൊടുക്കുന്ന സാധനമാണ് ഒരു ഡയറ്റ്. അത് അയാളുടെ ബോഡി സ്റ്റാറ്റസ്, ബോഡി കണ്ടീഷൻ എല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഒരാൾക്ക് കൊടുത്ത ഡയറ്റ് മറ്റൊരാളടുത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് സയൻറ്റിഫിക്കലി നല്ല കാര്യമല്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇതിൽ പറഞ്ഞ കീറ്റോ ഡയറ്റ് ആണെങ്കിലും മറ്റുള്ള ഡയറ്റ് ആണെങ്കിലും ഓരോന്നിനും ഓരോ കാര്യങ്ങളാണ് കൂടുതൽ. ഇപ്പോൾ കീറ്റോ ഡയറ്റ് എടുക്കാം, നമുക്ക് ഭയങ്കര ഫേമസ് ആയ ഒരു സാധനമാണ് കീറ്റോ ഡയറ്റ്. ഈ കീറ്റോ ഡയറ്റിൽ നമ്മൾ പ്രോട്ടീൻ്റെ ലോഡ് ഭയങ്കര കൂടുതലാണ്. ഫാറ്റ് ഒരു 5% ഒക്കെ വരെ പോവും, കാർബ്സ് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് എനർജി, ഒരു ശരീരത്തിന് ഇമ്മീഡിയറ്റ് എനർജി കിട്ടണമെങ്കിൽ നമുക്ക് കാർബ് വേണം. അപ്പം കാർബ് എന്ന് പറഞ്ഞാൽ അരി ഭക്ഷണം പെട്ടെന്ന് എനർജി ഫോം ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നത് നമുക്ക് ഇൻസ്റ്റൻറ്റ് എനർജി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഒരാൾക്ക് ഒരു റെക്കമെൻഡഡ്
എമൗണ്ട് ഓഫ് പ്രോട്ടീൻ പെർ ബോഡി മാസ് എന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു 1.2 1.2 ഒക്കെ മാക്സിമം ആണ്, അപ് ടു 1.2 ഗ്രാം പെർ ബോഡി വെയിറ്റ് വരെ കഴിക്കാം. അപ്പോൾ ഒരു 100 കിലോ ഉള്ള ആൾക്കാണെങ്കിൽ 120 ഗ്രാം ആക്റ്റീവ് പ്രോട്ടീൻ കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്ത് വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ എടുക്കുന്ന പ്രോട്ടീൻ്റെ ഇൻടേക്ക് റെക്കമെൻഡഡ് എന്നൊക്കെ പോയിട്ടുണ്ടാവും. ഒരു ഹെവി വെയിറ്റ് ലിഫ്റ്റർ ഒക്കെ അറൗണ്ട് പ്രോട്ടീൻ ലോഡിലേക്ക് ഇത് എത്താം. അങ്ങനെ അറൗണ്ട് 1.6 to 2 ഇൻറ്റു ബോഡി വെയിറ്റ് ഒക്കെയാണ് ഒരു ഹെവി വെയിറ്റ് ലിഫ്റ്റർ എടുക്കുക. അപ്പോൾ കുറേ കാലം അതേ ലോഡിൽ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പ്രോട്ടീനെ മെറ്റബോളൈസ് ചെയ്ത് അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് വരും. പ്രോട്ടീൻ ഡീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പ്രൊഡക്ട്സിൽ മെയിൻ ആളാണെന്ന് ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്, യൂറിയ. ഇതിൻ്റെ ലോഡ് ശരീരത്തിൽ കൂടും. അപ്പോൾ നമുക്ക് ഇത് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം വേണം. ഈ വെള്ളവും ആവശ്യത്തിന് ചെന്നില്ല, പ്രോട്ടീന് കൂടുതൽ ലോഡായിട്ടും പോവുകയാണെങ്കിൽ ക്രമേണ കിഡ്നിക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പം ഓരോ ഡയറ്റിനും ഓരോ പാരാമീറ്റർ ചെക്ക് ചെയ്യാൻ പറയും. ഇപ്പോൾ കീറ്റോ ഡയറ്റിൽ നമ്മൾ റീനൽ ചെക്കിങ് നിർബന്ധമായിട്ട് 2 മാസം കൂടുമ്പോൾ ചെയ്ത് നോക്കണം. എന്തെങ്കിലും റെഡ് സിഗ്നൽസ് കാണുകയാണെങ്കിൽ നമ്മൾ ആ ഡയറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. മെയിനായിട്ട് യൂറിയയും ക്രിയാറ്റിനും കൂടാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനത്തെ ഡയറ്റിൽ. അതേപോലെ തന്നെയാണ് ഓരോ ഡയറ്റും. നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് കാർബ്, പ്രോട്ടീൻ എന്നുള്ളതല്ല ഒരു ഡയറ്റ്. നമുക്ക് എല്ലാ മിനറൽസ് അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ കിട്ടണം, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടണം. ഇതൊന്നും ഒരു പ്രോപ്പർ ഡയറ്റ് അല്ലെങ്കിൽ ക്ലിയർ ആവില്ല. സ്വാഭാവികമായിട്ടും മറ്റുള്ള പ്രശ്നങ്ങൾ കാണിക്കാൻ തുടങ്ങും. അപ്പോൾ ഡോക്ടർ പറയും നമ്മൾ ബ്ലൈൻഡ്ലി യൂട്യൂബ് കാണുന്ന പോലെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യരുത്. ഡയറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡയറ്റീഷ്യനെ കാണുക, റെക്കമെൻഡ് ഡയറ്റ് എടുക്കുക. അത് തന്നെ ഒരു ഉദാഹരണത്തിന് കീറ്റോ ഡയറ്റ് ഒക്കെ ആണെങ്കിൽ 6 months വരെയൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. 6 months കഴിഞ്ഞാൽ കീറ്റോ ഡയറ്റ് ഒഴിവാക്കണം. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയി ലൈഫ് ലോങ് ഒരേ ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത് ശാശ്വത പരിഹാരമൊന്നുമല്ല. അപ്പം ഇതേപോലെ ഹെൽത്ത് ഡ്രിങ്ക്സ്, ABC ജ്യൂസ് ഇതൊക്കെ കുടിക്കുന്നത് അതൊക്കെ ഒരു സപ്ലിമെൻറ്റ് പോലെയാണ് കാണുന്നത്. ഫോളോ ചെയ്യണ കുഴപ്പമില്ല. ഈ റെഡ് ഫ്ലാഗ്സ് കാണുന്ന വരെ നമുക്കൊരു സാധനം ഫോളോ ചെയ്യുക. റെഡ് ഫ്ലാഗ്സ് വൺസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നിർത്തണം. ഇപ്പോൾ ABC ജ്യൂസിലൊക്കെ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട്, ക്യാരറ്റ് ഒക്കെയാണ്. അതിലൊക്കെ സെല്ലുലോസ് പൊട്ടി പ്ലാൻ പ്രൊഡക്റ്റാണ്. എത്രത്തോളം ഡൈജസ്റ്റ് ചെയ്ത് പോരും, എത്രത്തോളം ക്ലിയർ ആവും എന്നുള്ളതിനെ പറ്റി നമ്മൾ നോക്കണം. ഡോക്ടർ, ഇപ്പം ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്ത ഒരാൾ മിനിമം എത്ര ടെസ്റ്റ് ചെയ്യണം ഈ ഒരു കിഡ്നി ഡാമേജ് ഉണ്ടോ എന്നറിയാനായിട്ട്? ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ലാത്ത ഒരാൾ ബേസിക്കലി അൺഐഡൻറ്റിഫൈഡ്, അതായത് ഇതുവരെ ഒന്നും ചെയ്ത് നോക്കാത്ത ഒരാൾ മിനിമം 1 year ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയുള്ളൂ. അതിൽ CBC കൗണ്ട് വരും, LFT ലിവർ ഫങ്ഷൻ ടെസ്റ്റ് വരും, RFT കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് വരും, അതുപോലെ ലിപ്പിഡ് പ്രൊഫൈൽ, അതായത് ചീത്ത കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ, കൊഴുപ്പ്, ഇതിൻ്റെ ആനുപാതികമായിട്ടുള്ള ചെക്കപ്പ്, തൈറോയിഡ്, ഒരു ECG എല്ലാം ചെയ്ത് നോക്കണതാണ് ബെറ്റർ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ. കിഡ്നീൻ്റെ വൈസ് നോക്കുകയാണെങ്കിൽ കിഡ്നിയിൽ ഈ RFTയിൽ വരുന്ന യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ, അതിന് പുറമെ എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണെങ്കിൽ GFR, മൈക്രോ ആൽബുമിൻ, പിന്നെ യൂറിൻ ക്രിയാറ്റിൻ മൈക്രോ ആൽബുമിൻ റേഷ്യോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഫ്രോത്തി യൂറിൻ, മൂത്രത്തിൽ പത കാണുകയാണ്, അല്ലെങ്കിൽ കാലിന് നീര് വരികയാണ്, കണ്ണിന് നീര് വരികയാണ്, ഇങ്ങനെ എന്തെങ്കിലും സിംറ്റമാറ്റിക്കലി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും ഹെൽത്തി ആണെങ്കിൽ. അല്ലാതെ ഒരു ബേസ് ലൈൻ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, പൊതുവെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു 6 months ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ പിന്നെ റെക്കമെൻഡ് ചെയ്യണ ഗ്യാപ്പുകളിൽ ചെയ്തോട്ടെ. ഡോക്ടർ, അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് കിഡ്നിയുടെ ആരോഗ്യം സൂക്ഷിക്കാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയ ചില ഹാബിറ്റ്സ് ഏതൊക്കെയാണ്? ഏറ്റവും സിമ്പിളായിട്ട് കിഡ്നിനെ സൂക്ഷിക്കണമെങ്കിൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. റെക്കമെൻഡഡ് ഹൈഡ്രേഷൻ ചെയ്യുക. നമ്മൾ ഒരു 2 to 3 liters ഓഫ് വാട്ടർ, പ്യുവർ വാട്ടർ, അതിൽ ചായ, കാപ്പി, ജ്യൂസ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വരില്ല. അത് ഒരു 3 liters വരെയൊക്കെ ഒരു ദിവസം ഒരു 65 kg ഉള്ളവർ ഉപയോഗിക്കുക. ഇനി പുറത്ത് വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു 1 to 2 liters ഒക്കെ നമുക്ക് അഡ്വൈസ് ചെയ്യാം. പക്ഷെ ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാലും പ്രശ്നമാണ്. എക്സസ് ഓഫ് വാട്ടർ ചെന്ന് കഴിഞ്ഞാൽ അത് സോഡിയത്തെ പെട്ടെന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യും. അങ്ങനത്തെ പ്രശ്നങ്ങളും വരും. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കണം, നല്ലതാണ്. അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞാൽ അധികം വെള്ളമായാലും പ്രശ്നമാണ്. അതുകൊണ്ട് വെള്ളത്തിന് ഒരു റെക്കമെൻഡഡ് ഇതാണ്. പിന്നെ നമ്മൾ ഈ ഓവർ സോൾട്ട് ചെയ്തിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊന്നും കൺസ്യൂം ചെയ്യാതിരിക്കുക. സോൾട്ട് ചെയ്തിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ഓവർ സോൾട്ട് ചെല്ലുമ്പോൾ അത് ഒരു ഹൈപ്പർ ടെൻഷന് പ്രീഡിസ്പോസ്ഡ് ആണ്. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കിഡ്നിനെ ലോഡ് ചെയ്യും. ഈ കിഡ്നിൻ്റെ ഫങ്ഷനും പ്രഷറും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അതിനൊരു പാത്വേ ഒക്കെ ഉണ്ട്. അപ്പോൾ മെഡിക്കലി നമ്മൾ സിഗ്നിഫിക്കൻ്റ് പറയണ്ട. പക്ഷെ ഈ ഒരു ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും
കിഡ്നി അത് ബാധിക്കും. അപ്പോൾ സോൾട്ടി ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതേപോലെ ഇപ്പം ഈ കണ്ടുവരുന്ന ട്രെൻഡിലുള്ള ഒരുപാട് ഷുഗറി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് വല്ലപ്പോഴും ഒന്ന് കഴിക്കണമെന്നല്ല പറയുന്നത്. പക്ഷെ ഒരുപാട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷുഗറിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഷുഗറിൻ്റെ അളവ് കൂടുമ്പോൾ കിഡ്നീൻ്റെ ബേസ് യൂണിറ്റ് ഗ്ലോമറുലയൊക്കെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ആണ് ഈ ലീക്കേജ്, പ്രോട്ടീൻ ലീക്കേജ് കാര്യങ്ങൾ. ഈ ഫിൽറ്ററിങ് നടക്കും, റീഫിൽറ്ററിങ് ക്ലിയർ ആയിട്ട് നടക്കില്ല. ഫിൽറ്ററിങ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ നിന്ന് ഒരു സാധനം വലിച്ചെടുത്ത് അതിനെ ശുദ്ധീകരിച്ച് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ തിരിച്ചു വിടുന്ന ഒരു മെക്കാനിസം ഉണ്ട്. കിഡ്നിക്ക് വലിച്ചെടുക്കും, തിരിച്ചു വിടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് വേണ്ട സാധനം വേസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ യൂറിനിലൊക്കെ പ്രോട്ടീനൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഷുഗറി സബ്സ്റ്റൻസ് ഒഴിവാക്കുക മാക്സിമം. പിന്നെ ഈ ഹൈപ്പർ ടെൻഷൻ വരുന്ന സോൾട്ടി സബ്സ്റ്റൻസ് ഒഴിവാക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക. റെസ്റ്റ് ഒരു മെയിൻ ഫാക്ടറാണ്. ഒരു 6 മണിക്കൂറെങ്കിലും ഡീപ്പ് സ്ലീപ്പ് ഉണ്ടെങ്കിൽ എല്ലാ ഓർഗൻസിനും റെസ്റ്റ് പോലെ തന്നെ കിഡ്നിക്കും റെസ്റ്റ് വേണം. അപ്പോൾ അങ്ങനത്തെ ശീലങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കിഡ്നി ഡിസീസിൽ നിന്ന് മുക്തമായിട്ടിരിക്കും. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ചെലവഴിച്ച ഡോക്ടറിന് ഒത്തിരി നന്ദി. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഉറക്കം, വെള്ളം, കേവലം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്നുള്ള ഫോളോ അപ്പ് നമ്മൾ അവിടെ ഫോളോ ചെയ്ത് കഴിയുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ റുട്ടീൻ ചെക്കപ്സും കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് അവിടെ തന്നെ അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നു.